എല്ലാവർക്കും ചക്രത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരൊറ്റ വീഡിയോ അല്ല, ഒരു സീരീസ് അല്ലേ. നമ്മളൊരു ഒരംഗത്തിന് ഇറങ്ങുവാണ്, ഒരു കുഞ്ഞ് യാത്ര പോകുന്നു. ഇവിടുന്ന് നേരെ മൂന്നാർ, മധുര, രാമനാഥപുരം, രാമേശ്വരം, ധനുഷ്കോടി, തൂത്തുക്കുടി, തിരുച്ചെന്തൂർ, കൂടംകുളം, കന്യാകുമാരി, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മൂവാറ്റുപുഴ വഴി തൊടുക സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അപ്പോൾ ഞാനും ബെന്നിമാഷുമാണ് ഇന്നത്തെ റൈഡിലുള്ളത്. സൽമാനും നമ്മുടെ പ്രിയപ്പെട്ട ബേബി സാറും ഇന്ന് നമ്മളെ കുറച്ചര യാത്രയായിട്ട് വരുന്നുണ്ട്. ബേബി സാറിന് വരാനൊത്തില്ല, അദ്ദേഹത്തിന് ലീവ് കിട്ടിയില്ല. അതൊരു വലിയ സങ്കടമായി. നമ്മൾ 3 പേരായിരുന്നു നിർദ്ദിഷ്ടം. അപ്പോൾ ഈ യാത്രയിലൂടെ നീളം നിങ്ങൾ ഈ സൈക്കിളിൽ ഇരുത്തി അങ്ങനെ അങ്ങ് കൊണ്ടുപോകാം. വീഡിയോയിലൂടെ കൂടെ പോരെ. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു 15 ദിവസത്തെ കലാപരിപാടി 1250 കിലോമീറ്ററോളം ഞങ്ങൾ തുടങ്ങട്ടെ. എല്ലാവരോടും യെസ്. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പോയി വരൂ മക്കളെ, പോയി വരൂ. രാവിലെ ചായ കുടിച്ചിട്ടാണ് കൊടുക്കുക അല്ലേ? ചായ കുടിച്ചാൽ വേണ്ട ഗ്ലാസ് കൂടെ മേടിക്കാതല്ലേ ചായ അല്ലേ? നമ്മളിവിടെ സ്റ്റുഡിയോ നടക്കുക. അൻപറുകുട്ടൻ യാത്രയാക്കാൻ വന്നാ ഇവനിവിടെ തിരിച്ചു പോവാ. ഞാൻ തിരിക്കണില്ലേ? അങ്ങനെ നിങ്ങൾ വിടണല്ലേ? ആഹാ ആഹാ. എങ്ങനെയുണ്ട് ഈ തിരിച്ചു വരുമ്പോ ഫയറൊന്നും കാണരുത് കേട്ടോ. അത് ചെറു പെട്രോൾ പിന്നെ എവിടെ അടിക്കണേ? അങ്ങനെ നീ ഇവിടുന്ന് മടങ്ങുവാണോ? ഓക്കേ, നമുക്ക് അവിടെ സന്ധിക്കലാം. ആമാ, അവിടെ സന്ധിക്കണം. കണ്ടിപ്പാ. ഓക്കേ, അപ്പൊ ശരിയാ, ബൈ. രാവിലെ നമ്മുടെ നാട്ടുപുഴയൊക്കെ പയ്യൊന്ന് കണ്ടിട്ട് പോയാൽ അതിൻ്റെ സുഖമല്ലേ സാറേ? നമ്മുടെ ട്രിപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന കൊച്ചി ധനുഷ്കോടി കൊച്ചിയിൽ പക്ഷേ നമ്മളിപ്പോഴാണ് തൊടുപുഴയിൽ നിന്നും കൊച്ചി ധനുഷ്കോടി ഹൈവേയിൽ വന്ന് ഊന്നുകല്ലിൽ വന്ന് എൻ്റർ ആയത്. ഇപ്പോഴാണ് നമ്മൾ കൊച്ചി ധനുഷ്കോടി ഹൈവേയിൽ എൻ്റർ ആയത്. ഇനി നമ്മൾ ധനുഷ്കോടി വരേക്ക് ഈ ഹൈവേയിലാണ് പോകുന്നത്, ഒറ്റ വഴി. അപ്പോൾ നമ്മൾ തിരിച്ച് മടക്ക യാത്രയിൽ കൊച്ചിയിൽ നിന്ന് മൂവാറ്റയ്ക്ക് വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം റൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നേരെ ധനുഷ്കോടി ഡിറക്ഷനിലേക്ക് ഒറ്റ ഹൈവേ, കൊച്ചി ധനുഷ്കോടി ഹൈവേ പോവാം. ഹൈവേയിൽ മൂന്നാർ വരേക്കുള്ള പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ ഒരുവിധം കുഴപ്പമില്ല, മേളിലോട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തിരി ട്രാഫിക് ഡിസ്റ്റർബൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. താഴെ ഒരു മീൻകുളം. റോഡ് മൊത്തം പണി, വില്ലാഞ്ചിറ കയറ്റം. മൂന്നാർ റൂട്ടിലെ ഹൈ റേഞ്ച്
അപ്പോൾ ബേബി സാർ ഇവിടെ നിന്ന് തിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടയ്ക്ക് വെച്ച് കാണാം. ഒന്ന് രണ്ടാമത് ഇതേ ട്രിപ്പ് ഞങ്ങൾ ഇത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഞങ്ങളൊന്ന് ആവർത്തിക്കും. അത് ഞങ്ങളുടെ പ്രതിജ്ഞയാണ്. കാരണം ഇത്തിരി ചെറുതല്ലാത്തൊരു സങ്കടമുണ്ട്. സാറിന് ലീവ് കിട്ടിയില്ല, പോരാൻ പറ്റിയില്ല. ഈ ശബരിമല സീസണെല്ലാം കൂടെ കൂടിയിട്ടേ സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് തിരക്ക് സമയം അതാ. എനിവേ ഓക്കെ കുഞ്ഞുങ്ങളെ ആണ് റാണിക്കല്ല് സേതു ലക്ഷ്മിഭായ് മഹാറാണി റിജ. ഏറ്റവും റിലാക്സ് ചെയ്ത് പതുക്കെ പോകണേ. അതാണ് ഈ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേക ഹൈലൈറ്റ്. വെയിലടിക്കുന്നോണ്ട് ചുമ്മാന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നുന്നുണ്ട്. കേട്ടോ പച്ചക്കാടിൽ ചുമന്ന KSRTC അത് പേരെങ്ങനെയാ? റോഷൻ. യാ സിഗ്നൽ. പോയി നമ്മുടെ കന്യാകുമാരി ഇങ്ങനെ വരാൻ നോക്കുന്നത്. എങ്ങനെയാണ് പോകുന്നത്? യെസ്, ആ വഴി. ഇങ്ങനെ നമ്മൾ ചീയപ്പാറ വാട്ടർഫോൾ. Yeah. Okay. വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ഈ വഴി വരുമ്പോൾ സൈക്കിൾ ചവിട്ടി വരുമ്പോൾ വളരെ ഒന്ന് എടുക്കണ്ടേ, അതിന് നിർത്തുക. ചെറിയൊരു മഴ തൂളി. നമ്മൾ അടിമാലിക്കുള്ള കയറ്റം ഒരുവിധം കഴിഞ്ഞു. പ്ലെയിൻ ടെറേനായി. പത്താം മൈൽ അടിമാലി. ഇരുമ്പ് പാലം. മഴക്കോള, അതുകൊണ്ട് ക്യാമറയിൽ ഇത്ര ലൈറ്റ് കുറവാണെങ്കിലും ചവിട്ടാൻ നല്ലൊരു സുഖമായി കേട്ടോ. സുഹൃത്ത്
യെസ് ബോസ്. വന്ന് സുഭിക്ഷമായിട്ടൊന്ന് വന്നു. പ്രിയ ചങ്ങാതി സേതുമാഷിൻ്റെ അടുത്ത് സൽക്കാര ഹോട്ടൽ. ഇത് നമ്മുടെ ഈ ജംഗ്ഷൻ പറഞ്ഞത് ശരിക്കും സൽക്കാര ജംഗ്ഷൻ, അടിമാലി. ഇത് ലാവിഷായിട്ടൊന്നും കിട്ടും. ബെനിവാഷ് തകർത്ത് വിട്ടോണ്ടിരിക്കുക. ഇത്തിരി ചോറ് നല്ലപോലെ നല്ല സ്റ്റൈലായിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു സുഖം ഒന്നും വരും. പോകട്ടോ ഞങ്ങളുടെ കൂടെ. ഞങ്ങളെ ഈ നാസ്തികത കൂട്ടിമുട്ടിച്ച ചങ്ങാതിമാരാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലേ. കലക്കാത്ത ആളനക്കം വെച്ച ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടു. അപ്പോൾ അടിമാലി വന്ന് സെയ്ദ് മാഷിൻ്റെ വക സൽക്കാര ഹോട്ടലിൽ സൽക്കാരം സ്വീകരിച്ച് ഇനി ഞങ്ങൾ മൂന്നാർ സൈഡിലോട്ട് കയറുക. കുമ്പന്മാറ കയറ്റമാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സിപ്പ് ലൈൻ ചൂട് പോയിട്ടോ ചെറിയൊരു തണുപ്പ് വന്നു. അതിലൊരു സുഖമുണ്ട്. നമ്മൾ സൈക്കിൾ ചെയ്യുമ്പോൾ ശരീരം അങ്ങ് പഴുക്കുമല്ലേ. അപ്പോൾ തണുപ്പെന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ലേ, യൂറോപ്യന്മാരാണ് സൈക്കിളിൻ്റെ അവിടെ അതിൻ്റെ സെൻറ്റർ. തണുപ്പ് പിന്നെ നമുക്ക് തണുപ്പ് രസമാണ്. ചുട്ടുപടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. ഇപ്പോൾ തമിഴ്നാട് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് സൂപ്പർ മഴ. ചായക്കടയിൽ കൃത്യമെത്തി. ഇത് 17 കിലോമീറ്റർ മൂന്നാർ. കല്ലാർ മാങ്കുളം കവല. ഇവിടെ നല്ല കോടയായി. എത്ര ദിവസം പ്രോഗ്രാം? 4 days program. இப்போ மூணாருக்கு போகிறேன். சரி, சேனல் ஃபாலோ பண்ணுங்க. நான் இது ஷேர் பண்ணுறேன். കരടിപ്പാറ വന്നപ്പോഴത്തേക്കും സന്ധ്യയായി. രണ്ടാം മൈൽ വന്നപ്പോൾ ഇതാ അവസ്ഥ. മഴ, ഇരുട്ട്, മഞ്ഞ്, ട്രാഫിക്. അയ്യോ, 8 കിലോമീറ്റർ മൂന്നാർ. ബെനിവാഷ് പോയി തള്ളിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ട്രാഫിക്. അയ്യോ, മൂന്നാർ സാറ്റർഡേ സൺഡേ കയറാനേ കൊള്ളില്ലാത്തൊരു സ്ഥലമാണ്. ഒരു സംശയം. അങ്ങനെ ഒന്നാം ദിവസത്തെ വിശേഷങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾ അടിമാലിയിൽ നിന്ന് പുറപ്പെട്ട് വന്ന വഴിക്ക് കല്ലാറൊക്കെ കഴിയുമ്പോഴത്തേക്കും പൂക്കുറ്റി മഴ, ഭയങ്കര മഴ. അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ കയറി നിന്നു. അപ്പോൾ താമസിച്ചു. പിന്നെ നോക്കിയിട്ട് രക്ഷയില്ല. പയ്യൻ നനഞ്ഞു, മൊത്തം നനഞ്ഞു. ഭയങ്കര ഹെവി ട്രാഫിക്, ഹെവി റെയിൻ, റോഡിൻ്റെ പണി നടക്കണം, എല്ലാം കൂടെ കൂടിയിട്ട് ഭയങ്കര ടഫ് ഗെയിമായിരുന്നു. ഞങ്ങൾ 7 മണി കഴിഞ്ഞ് ഇവിടെ കയറി വന്നപ്പോഴത്തേക്കും പിന്നെ KSRTCയുടെ അവിടെ പോയിട്ട് കുളിച്ചു.
അത് കഴിഞ്ഞ് ടെൻ്റ് ഇടാൻ നോക്കിയിട്ട് മൊത്തം മഴ ഇങ്ങനെ ശീശിന്ന് പെയ്തുകൊണ്ടിരിക്കുക. അവസാനം പിന്നെ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് സ്പോർട്സ് കൗൺസിലിൻ്റെ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ വരാന്തയിൽ ഞങ്ങൾ കയറിക്കൂടി. ഇവിടെ ആരും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ കിടന്നു. ബെന്നിമാഷ പയ്യെ കിടന്നു. അപ്പോൾ അതുകൊണ്ട് വിളിക്കാമായിരുന്നു. അപ്പോൾ ഈ വിശേഷങ്ങളൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഞങ്ങൾ എവിടെ കിടന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചാലല്ലേ ആ വീഡിയോ പൂർത്തിയാവുള്ളൂ. കാര്യം ഇന്നലെ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് പിരിഞ്ഞെങ്കിലും ഓക്കെ. ഇതാ ഇവിടെയാണ്. ഇതാ മനോഹരമായ വരാന്ത. ബെന്നിമാഷ രാവിലെ പാക്കിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സ്പോർട്സ് കൗൺസിലിൻ്റെ ബിൽഡിങ്ങാണ്. അതിൻ്റെ ഒരു നീളൻ വരാന്തയാണ്. ഞങ്ങളവിടെ അതിക്രമിച്ച് കയറി. സ്പോർട്സ് കൗൺസിൽ ദയവായി ക്ഷമിക്കുക. 2 മധ്യവയസ്കരെ സാഹസത്തിന് മുതിർന്ന് ഇവിടെ വന്ന് കിടക്കാൻ സ്ഥലമില്ലാത്തപ്പോൾ കയറി കിടന്നതാണ്. അപ്പോൾ അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഒന്നുമില്ല, നമ്മളും കായികമാണല്ലോ. ഈ സ്ഥലം റെക്കമെൻഡ് ചെയ്ത് തന്ന, സൂചിപ്പിച്ചു തന്ന അജിഭായിക്ക് പ്രത്യേകം നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളൊന്ന് പകച്ചായിരുന്നു എന്ത് ചെയ്യണം. കാരണം മുറിയൊന്നും കിട്ടില്ല, എവിടെ കിടക്കണം എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് അജിഭായിയാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഈ വരാന്ത സജസ്റ്റ് ചെയ്തത്. സല്യൂട്ട്. അപ്പോൾ ഈ വീഡിയോ, ഇന്നലത്തെ വീഡിയോ ഇന്ന് രാവിലെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ പുതിയ യാത്രയിലേക്ക് ഗ്യാപ്പ് റോഡ് വഴി, പൂപ്പാറ വഴി, ബോഡിമെട്ട് വഴി, ബോഡിനാക്കന്നൂർ വഴി തേനി സൈഡിലേക്ക് നീങ്ങുകയാണ്. ആ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.